ജീവിതത്തോട് പോരടിച്ച് വിജയിക്കുന്നവരുടെ കഥകൾ എല്ലാ മനുഷ്യർക്കും ഊർജ്ജം നൽകുന്നതാണ്. വെല്ലുവിളികൾ മറികടന്ന് വിജയക്കൊടി പാറിക്കുന്നവരുടെ പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അങ്ങനെ ജന്മനാ ഉണ്ടായ പരിമിതികളെ നീന്തി തോൽപ്പിച്ച ഒരാൾ തിരുവനന്തപുരത്തുണ്ട്. ആ ചിത്രയുടെ കഥയാണിത്. നീന്തലറിയാത്തതുകൊണ്ട് വെള്ളത്തെ ഭയപ്പെടുന്ന മനുഷ്യരുണ്ട്. വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാൽ രണ്ട് കൈയും മാറി മാറി അടിച്ച് നീന്തണം. എന്നാൽ കൈയില്ലാതെയും നീന്താമെന്ന് പാരാലിമ്പിക്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നീന്തി വിസ്മയിപ്പിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശി ചിത്ര. തൃശ്ശൂരിൽ നടന്ന പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിരിക്കുകയാണ് ചിത്ര. ഒന്നും രണ്ടുമല്ല, 3 എണ്ണം. മത്സരത്തിനിറങ്ങിയ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, ബ്രസ്റ്റ് സ്ട്രോക്ക്, 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് എന്നിവയിലാണ് ചിത്ര സ്വർണം നേടിയത്. ആദ്യം ഭയങ്കര കഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യാൻ തന്നെ 5 ദിവസം എടുത്തു. പിന്നെ ജസ്റ്റ് ഒന്ന് സ്വിം ചെയ്ത് ഒരു 15 മീറ്ററൊക്കെ എത്താൻ തന്നെ 1 മാസം എടുത്തു. കഴിഞ്ഞ തവണ എനിക്ക് ക്ലാസിഫിക്കേഷൻ ഇൻ്റർനാഷണൽ പറ്റിയില്ല, അപ്പോൾ ഇൻ്റർനാഷണലുള്ള അവസരം പോയി. ഇത്തവണ ക്ലാസിഫിക്കേഷൻ ചെയ്ത് ഇൻ്റർനാഷണൽ പോകാൻ മാക്സിമം ട്രൈ ചെയ്യണം. ചിത്രയ്ക്ക് ചില പരിമിതികളുണ്ട്. ഒന്ന്, കൈയില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കാലുകളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏത് ഭാഗം ഉപയോഗിച്ച് നീന്താൻ പറ്റുമോ ആ ഭാഗത്തിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് അതിന് കൂടുതൽ എക്സസൈസ് കൊടുത്തിട്ട് അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തിയായിരിക്കും എപ്പോഴും ട്രെയിനിങ് സെറ്റ് ഡിസൈഡ്. ഓരോ മത്സരത്തിന് പോകുമ്പോൾ ആ ഈവൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും പോകുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് അത് പറഞ്ഞു കൊടുക്കും. ഈ നാഷണൽ മെഡൽ വന്നു കഴിഞ്ഞാൽ അടുത്തത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസ് ഉണ്ട്. പക്ഷേ അതിന് ഇത്രയും പ്രാക്ടീസൊന്നും പോരാ. കുറച്ചുകൂടെ കൂടുതൽ സമയം വേണ്ടി വരും. ട്രെയിനിങ് അപ്പാരറ്റസൊക്കെ വേണ്ടി വരും. അതെല്ലാം കൂടെ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ ചിത്രയ്ക്ക് തീർച്ചയായും പോകാനും പറ്റും, മെഡലും വരും. കഴിഞ്ഞ വർഷം ഗോവയിൽ നടന്ന ദേശീയ പാരാ സ്വിമ്മിംഗ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചവരിൽ ഒരാളായിരുന്നു ചിത്ര. അന്ന് വെങ്കല മെഡലും സ്വന്തമാക്കി. കായിക മികവിൽ മാത്രമല്ല പഠനത്തിലും മിടുക്കിയാണ് ചിത്ര. എംടെക് പഠനം പൂർത്തിയാക്കിയ CET കോളേജിൽ തന്നെ അധ്യാപികയായി ജോലി ചെയ്ത് എല്ലാവർക്കും പ്രചോദനമാവുകയാണ് ചിത്ര. ക്യാമറാമാൻ S. അനോഷിനൊപ്പം അമയ KP, മീഡിയ 1, തിരുവനന്തപുരം.